ഇന്നത്തെ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എങ്ങനെയാണ് ഒരു സെലീനിയം എന്ന് പറയുന്നത് നമ്മൾ ഒരു സിസ്റ്റം ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, ഒരു സോഫ്റ്റ്വെയറിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സെലീനിയം നമ്മൾ ഒരു സിസ്റ്റം ആയിട്ട് കോൺഫിഗർ ചെയ്യുന്നത് നോക്കുന്നത്. സോ ഒരു സെലീനിയം കോൺഫിഗർ ചെയ്യണം എന്നുണ്ടെങ്കിൽ മെയിനായിട്ടും നമുക്ക് 3 സോഫ്റ്റ്വെയർസ് ആണ് വേണ്ടത്. ഫസ്റ്റ് വൺ ഒരു ടെക്സ്റ്റ് എഡിറ്റർ വേണം, ആൻഡ് ദെൻ എനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജും, പിന്നെ സെലീനിയത്തിൻ്റെ ഫ്രെയിം വർക്കും. ഇവിടെ ഞാൻ ടെക്സ്റ്റ് എഡിറ്റർ ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് എക്ലിപ്സ് ഐ ഡി ആണ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഏത് ഐ ഡി വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഐ ഡി എ എന്ന് പറയുന്നത് നമ്മൾ ഏത് പ്രോഗ്രാം ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്, പ്രോഗ്രാം ലാംഗ്വേജിന് സപ്പോർട്ട് ചെയ്യണം, അതുപോലെ സെലീനിയത്തിൻ്റെ ഫ്രെയിം വർക്കിനെ സപ്പോർട്ട് ചെയ്യണം. സോ ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് എക്ലിപ്സ് ഐ ഡി യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ദെൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് ജാവയാണ് യൂസ് ചെയ്തേക്കുന്നത്, പിന്നെ നമ്മുടെ സെലീനിയത്തിൻ്റെ ഫ്രെയിം വർക്കും. സോ ഫസ്റ്റ് ഞാൻ എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിനകത്ത് ജാവ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. സോ ജാവ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഗൂഗിളിനകത്ത് ജാവ ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്യാം. ജാവ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ജാവയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഒറാക്കിൾ നിന്നാണ് ജാവ ഡൗൺലോഡ് ചെയ്യുന്നത്. സോ സൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ജാവയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻസ് കാണാൻ പറ്റും. JDK 23, JDK 21 ആണ് പ്രീവിയസ് വേർഷൻ എന്ന് പറയുന്നത്. ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള വേർഷൻ എന്ന് പറയുന്നത് JDK 23 ആണ്. അപ്പം നമ്മൾ അതാണ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നത്, വിൻഡോസ് ക്ലിക്ക് ചെയ്യുക. ആൻഡ് ദെൻ അതിൽ x64 ഇൻസ്റ്റാളർ എന്ന് പറയുന്നത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. ആൻഡ് ദെൻ ക്ലിക്ക് ഓൺ നെക്സ്റ്റ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ജാവ ഇൻസ്റ്റാൾ ആയിരിക്കുന്ന ഈ ഒരു ഫയൽ പാത്തിനാണ്. നമുക്ക് വേണമെങ്കിൽ ഫയൽ പാത്ത് ചേഞ്ച് ചെയ്യണം, ചേഞ്ച് കൊടുത്തിട്ട് ഫയൽ പാത്ത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ചേഞ്ച് ചെയ്യാണ്ട് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് ഈ ജാവ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ട്യൂട്ടോറിയൽസോ അതുപോലെ അതിൻ്റെ APIയുടെ എന്തെങ്കിലും ഡോക്യുമെന്റേഷൻ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ക്ലിക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ക്ലോസ് കൊടുത്തു കഴിഞ്ഞാൽ ജാവ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടായിരിക്കും. ഇനി ജാവ ഇൻസ്റ്റാൾഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് എടുക്കാം. കമാൻഡ് പ്രോംപ്റ്റിൽ ജാവ സ്പേസ് -വേർഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജാവയുടെ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള വേർഷൻ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ജാവയുടെ 23 എന്ന് പറയുന്ന വേർഷനാണ്. സോ അതാണ് ഇവിടെ പ്രസൻ്റ് ആയിട്ട് കാണുന്നത്. ദെൻ നെക്സ്റ്റ് ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ടെക്സ്റ്റ് എഡിറ്റർ വേണ്ടത്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുന്നത് എക്ലിപ്സ് ഐ ഡി ആണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ അടുത്തത് എക്ലിപ്സ് ഡൗൺലോഡ് ചെയ്യാൻ പോവാണ്. സോ ഇതുപോലെ ഗൂഗിളിൽ എക്ലിപ്സ് ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ ഒഫീഷ്യൽ വെബ്സൈറ്റായി എക്ലിപ്സ് ഡൗൺലോഡ്സ് എടുക്കുക. ദെൻ ഡയറക്റ്റ് ആയിട്ട് നമുക്കിവിടെ ഈ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താൽ മതി. ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ദെൻ റൺ.
നോർമലി എക്ലിപ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കാറുണ്ട്. Then we can select Eclipse IDE for Java developers. Here also we can change the path of the Eclipse. ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. സോ എക്ലിപ്സ് ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ദെൻ ലോഞ്ച് ക്ലിക്ക് ചെയ്യാം. സോ ഇപ്പം നമ്മൾ ജാവ ഇൻസ്റ്റാൾ ചെയ്തു, അതുപോലെ തന്നെ ടെക്സ്റ്റ് എഡിറ്ററായി എക്ലിപ്സ് ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമുക്ക് വേണ്ട സെലിനത്തിൻ്റെ ഫ്രെയിംവർക്കാണ്. സോ സെലിനത്തിൻ്റെ ഫ്രെയിംവർക്ക് ഡൗൺലോഡ് ചെയ്യുന്നത് സെലിനത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ നിന്നാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. സെലീനിയം ടൈപ്പ് ചെയ്യാം. ദെൻ സെലിനത്തിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് എടുക്കുക, അതിൽ ക്ലിക്ക് ഓൺ ഡൗൺലോഡ്സ്. അപ്പം ഇതിനകത്ത് സെലിനത്തിൻ്റെ വേറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് അവൈലബിൾ ആയിട്ടുള്ള ഫ്രെയിംവർക്ക് ഉണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ജാവ ആയതുകൊണ്ട് നമുക്ക് ജാവയുടെ ഫ്രെയിംവർക്കാണ് വേണ്ടത്. സോ സ്റ്റേബിൾ ആയിട്ടുള്ള ഈ ഇത് ക്ലിക്ക് ചെയ്യാം, വേർഷൻ ക്ലിക്ക് ചെയ്യാം. സോ ഇതൊരു സിപ്പ് ഫയലായിട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തിട്ട് വേണം നമുക്കൊരു എക്ലിപ്സ് ഒരു സിസ്റ്റമായിട്ട് നമുക്ക് കോൺഫിഗറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത്രയും സ്റ്റെപ്സാണ് മെയിനായിട്ടും നമുക്കൊരു സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റത്തിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്.